ഗബ്രിയുടെ പേരും പറഞ്ഞ് ജാസ്മിനും ജിൻഡോയും ലൈവില് മുട്ടനടിയായിരുന്നു എന്ന് പറഞ്ഞാൽ മുട്ടനടിയായിരുന്നു. ചെറിയ തോതിൽ തുടങ്ങിയ അടി പിന്നീട് ഗംഭീര വഴക്കാവുകയായിരുന്നു. അവിടെ എൻ്റെ ഫാമിലിയെ വെച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സംസാരിക്കുന്നു. എൻ്റെ ഫാമിലി വന്ന എന്നോട് പലതും ഉപദേശിച്ചിട്ടുണ്ടാവും, അത് നിങ്ങളുടെ അടുത്ത് ബോധിപ്പിക്കാനായിട്ട് ഞാൻ വന്നിട്ടില്ല, അത് ചോദിക്കേണ്ട ആവശ്യം ജിൻഡോക്കില്ല എന്നാണ് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ജിൻഡോയുടെ കളിക്കുന്നത് കള്ളത്തരത്തിൻ്റെ ഗെയിമാണ്, കള്ളം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിമാണ് ജിൻഡോ ഈ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, നീ വലിയ പുണ്യാളത്തെയാണല്ലോ, കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഞാൻ കള്ളങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളെ പോലെ കള്ളങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെന്ന് അടി ഉണ്ടാക്കുന്ന പരിപാടികളോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ്റെ വാദം. പിന്നീട് ജാസ്മിൻ പറയുന്നത്, എത്ര എപ്പിസോഡുകളായി ലാലേട്ടൻ വന്നിട്ട് നിങ്ങളെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കള്ളങ്ങൾ പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നു, അത്രയ്ക്കും വൃത്തികെട്ടവനാണ് നിങ്ങൾ എന്നുള്ളത് അവിടെ ലാലേട്ടനെ പോലും മനസ്സിലായതാണ്. ലാലേട്ടൻ്റെ അടുത്ത് പോലും എത്ര കള്ളങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. സത്യത്തിൽ നമ്മളൊന്നും വീക്കെൻഡ് എപ്പിസോഡിൽ അത് കണ്ടിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ജാസ്മിൻ അവിടെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. സംഭവം ജാസ്മിൻ അവിടെ ഗബ്രിയുടെ പേര് പറഞ്ഞപ്പോൾ ആ പേരും പറഞ്ഞ് ഇനി നീ വീണ്ടും വഷളാക്കാൻ നോക്കേണ്ട സിറ്റുവേഷൻ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് മാത്രമാണ് ജിൻഡോ പറഞ്ഞത്. അപ്പൊ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, എന്റെ നല്ലത് ചിന്തിക്കാൻ നിങ്ങൾ എന്റെ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജാസ്മിൻ അവിടെ തുടങ്ങിയത്. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറുന്ന പരിപാടിയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ജിൻഡോയെ കുറിച്ച് കുറെ കുറ്റങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നു ജാസ്മിനും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല അവിടെ ജിൻഡോ. നീ എൻ്റെ അടുത്ത് നിന്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ പറയാൻ വന്നിരുന്നില്ലേ, 3 മണിക്കൂർ നമ്മൾ സംസാരിച്ചില്ല എന്നായി അവിടെ ജിൻഡോ പറഞ്ഞത്. ജാസ്മിൻ പറയുന്നത്, ഞാൻ എപ്പോൾ സംസാരിക്കാൻ വന്നു, നിങ്ങൾ കള്ളമാണ് പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞു എന്ന് പറയണം എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു വലിച്ചുകീറൽ മാത്രമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോയുടെ ക്യാരക്ടറിനെ കുറിച്ചാണ്, ജിൻഡോ കള്ളങ്ങൾ മാത്രം പറയാണ്, ജിൻഡോ കുത്തിത്തിരിപ്പുണ്ടാക്കാണ്, ജിൻഡോയ്ക്ക് മറ്റൊരു ഗെയിം ഇല്ല, ജിൻഡോ ഇതാണ് ഇവിടെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്, ജിൻഡോ മാസാണെന്ന് പുറത്തുള്ളവരും അകത്തുള്ളവരൊക്കെ പറയായിരിക്കും, പക്ഷേ ഈ മാസം എന്തായാലും എനിക്ക് അംഗീകരിച്ച് തരാൻ കഴിയുന്ന കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഹീറോ ആയിരിക്കാം, ഞാൻ ചിലപ്പോൾ സീറോ ആയിരിക്കാം, എന്നിരുന്നാൽ പോലും നിങ്ങൾ ഹീറോ ആണെന്ന് ഞാൻ സമ്മതിച്ച് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഹീറോ ആയിട്ടിരുന്നോ, നിങ്ങൾക്ക് കപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പല കളികൾ ഇവിടെ കളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നിങ്ങളെ ഞാൻ പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൊരിഞ്ഞടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. സത്യത്തിൽ ജിൻഡോ ഒന്ന് ജാസ്മിൻ ഉപദേശിക്കാൻ പോയതാണ്, പിന്നീട് ഉപദേശം പോയിട്ട് 2 എണ്ണം പൊരിഞ്ഞടി. അതിനുശേഷം ജിൻഡോ പറയുന്നുണ്ട്, ഇതുപോലെ നീ എൻ്റെ അടുത്ത് ഒന്ന് കത്തിക്കേ എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അല്ല ഈ കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചിട്ട് എന്ത് കാര്യമുള്ളത് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ രണ്ടുപേരും കൂടി ഉഗ്രനായിട്ട് വഴക്കിട്ട് കഴിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇതാണ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരവും അവർക്കിടയിലുണ്ട്. പക്ഷേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മുഴുവൻ കുറ്റങ്ങൾ തന്നെയാണ്. ജാസ്മിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ജിൻഡോയും സംസാരിച്ചു, ജിൻഡോയുടെ കാര്യങ്ങൾ ജാസ്മിനും സംസാരിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ അവസരം യൂട്ടിലൈസ് ചെയ്യായിരുന്നു എന്നാണ് തോന്നിയത്. പക്ഷെ ഒന്ന് ഉപദേശിച്ചതാണ് ജിൻഡോ, പക്ഷെ ഉപദേശം ഇങ്ങനെയായി മാറുന്ന ജിൻഡോയും കരുതി കാണില്ല.